സ്കൂൾ മുറ്റമായാൽ കുറച്ച് പൂക്കളും പൂമ്പാറ്റകളും വേണം. എന്നാൽ ഇതുക്കും മേലെയായിരുന്നു ഇഞ്ചിയാനി ഹോളി ഫാമിലി പള്ളി വികാരി ഫാദർ ജോസഫ് കല്ലൂപ്പറമ്പത്തിന്റെ സ്വപ്നം. പള്ളിമേടയുടെയും സ്കൂളിന്റെയും മുറ്റങ്ങളും നിറഞ്ഞു കവിഞ്ഞ് ഇഞ്ചിയാനി ഗ്രാമം മുഴുവൻ പൂക്കളുടെ വസന്തം നിറയണം. അച്ഛന് ഒപ്പം കട്ടയ്ക്ക് ഇടവക അംഗങ്ങളും വിദ്യാർത്ഥികളും അധ്യാപകരും ഒത്തുചേർന്നപ്പോൾ നാട് മുഴുവൻ പൂക്കളുടെ വസന്തം ഒഴുകി. പള്ളിയുടെ പരിസരത്തും ഹോളി ഫാമിലി ഹൈസ്കൂൾ UP സ്കൂൾ ചുറ്റുവട്ടത്തുമായി 3 ഏക്കറോളം സ്ഥലത്താണ് പൂന്തോട്ടം ഒരുക്കിയിരിക്കുന്നത്. 5000-ഓളം പല വർണ്ണങ്ങളിലുള്ള ബന്ധിച്ചെടികളും രാജമല്ലി, അരളി, റോസ, വോട്സ്, ബോഗൺവില്ല ഉൾപ്പെടെ നിരവധി ചെടികളാണ് തോട്ടത്തിൽ വർണ്ണവിസ്മയം നിറഞ്ഞു നിൽക്കുന്നത്. സ്കൂൾ പരിസരത്ത് എങ്ങും പാറി നടക്കുന്ന ചിത്രശലഭങ്ങളും തുമ്പികളും കണ്ണിന് കുളിർമ നൽകുന്ന കാഴ്ചയാണ് കാണുവാൻ കഴിയുന്നത്. മനുഷ്യരുടെ ഇടപെടൽ മൂലം പ്രകൃതിയുടെ സന്തുലിതാവസ്ഥയ്ക്ക് മാറ്റം വന്ന നാട്ടിൻപുറങ്ങളിൽ നിന്നും പറന്നകന്ന ചിത്രശലഭങ്ങളും തുമ്പികളെയുമെല്ലാം തിരികെ എത്തിക്കുവാനായി പൂന്തോട്ടത്തിന് സമീപം ശലഭ ഉദ്യാനവും തുമ്പികൾക്കായി കുളവും നിർമ്മിച്ചിട്ടുണ്ട്. ദേവാലയ പരിസരത്തെ ബന്ദിപ്പൂ കൃഷി മതസൗഹാർദ്ദത്തിന് തന്നെ വഴികാട്ടിയായി മാറുകയാണ്. സമീപ മേഖലയിലെ അമ്പലങ്ങളിൽ പൂജയ്ക്കായി ഇവിടെ നിന്നും കിലോ കണക്കിന് പൂക്കളാണ് സൗജന്യമായി നൽകി വരുന്നത്. പൂക്കൾക്കായി നമ്മൾ അയൽ സംസ്ഥാനങ്ങളെയാണ് ആശ്രയിക്കുന്നത്. എന്നാൽ നമ്മുടെ നാട്ടിലും പൂക്കൃഷി വിജയകരമായി നടപ്പിലാക്കാമെന്ന് കാണിക്കുകയാണ് തൻ്റെ ലക്ഷ്യമെന്നും ഫാദർ ജോസഫ് കല്ലൂപ്പറമ്പത്ത് പറയുന്നു. കഴിഞ്ഞ വർഷം 2 വർഷം മുമ്പ് നമ്മൾ ഇതുപോലെ തന്നെ ഈ ഗ്രൗണ്ട് കാട് പിടിച്ച് കിടന്ന ഒരു സ്ഥലമായിരുന്നു. അന്നേരം നമ്മൾ ചെടികളെ നാടൻ ബന്ധിയായിരുന്നു അന്ന് വെച്ചത്. ഏതാണ്ട് ഇപ്പോൾ ഈ വർഷം തന്നെ ഏതാണ്ട് നമ്മൾ 3500-4000 ചെടികളാണ് നമ്മൾ മേടിച്ച് തൈകൾ വെച്ചേക്കുന്നത്. അതുപോലെ തന്നെ നാടൻ, അതുപോലെ തന്നെ നമ്മൾ പല സ്ഥലത്താണ് UP സ്കൂളിൻ്റെ അവിടെ ഈ ഗ്രൗണ്ടിൽ എങ്ങനെയൊക്കെ. പിന്നെ കുട്ടികളോട് കൃഷിയോടൊരു താല്പര്യം ഉണ്ടാക്കാൻ വേണ്ടി നമ്മളിപ്പം പലപ്പോഴും നമ്മൾ ഓണ സീസണിലൊക്കെ മറ്റ് സംസ്ഥാനങ്ങളെ ആശ്രയിക്കുകയാണ് പൂക്കൾക്കൊക്കെ. അന്നേരം നമ്മുടെ നാട്ടിൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന് കാണിച്ചു കൊടുക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ്. പിന്നെ അതുപോലെ തന്നെ കുട്ടികൾക്ക് കൃഷിയോടെ, പ്രകൃതിയോടൊരു സ്നേഹം ഉണ്ടാകുക. കാരണം പലപ്പോഴും മൊബൈലിൻ്റെ ഒരു ലോകത്തിലേക്ക് കുട്ടികൾ പോകുമ്പോൾ അതിൽ നിന്നും മാറ്റി കൃഷിയോട് താല്പര്യം. അതുകൊണ്ടുവേണ്ടി ഞങ്ങൾ ഇപ്പം 2 സ്കൂളിൽ UP സ്കൂളിലും ഹൈസ്കൂളിലും ഒരു കാർഷിക ക്ലബ്ബ് രൂപീകരിച്ചിട്ടുണ്ട്. കുട്ടികൾക്ക് പച്ചക്കറി തൈ കൊടുത്ത് അവർ തന്നെ കൃഷി ചെയ്യണമെന്നാണ് പറഞ്ഞാൽ മാതാപിതാക്കളല്ല കുട്ടികൾ തന്നെ ചെയ്യുക. അതുപോലെ തന്നെ ഇക്കാര്യത്തിലാണെങ്കിലും അവരെ കുട്ടികളുടെ സഹകരണം ഒത്തിരിയുണ്ട്. 2 സ്കൂളിലെയും കാർഷിക ക്ലബ്ബിൽ അധ്യാപകരുടെ ബഹുമാനപ്പെട്ട 2 അച്ഛമ്മമാരുടെയും നേതൃത്വത്തിൽ അധ്യാപകരുടെ സഹകരണമുണ്ട്. അതുപോലെ പള്ളിയുടെ കൈക്കാരന്മാർ, അതുപോലെ നാട്ടുകാർ, ഒത്തിരി പേര്. അതുപോലെ തന്നെ ഈ പൂക്കളാണെങ്കിലും നമ്മൾ അമ്പലങ്ങളിൽ, അതുപോലെ പള്ളികളിലൊക്കെ ആണെങ്കിലും ഒക്കെ നമ്മൾ ഫ്രീ ആയിട്ട് കൊടുക്കുകയായിരുന്നു. അതുപോലെ തൈകളാണെങ്കിലും നമുക്ക് തരുവാനായിട്ട് വേണ്ട ക്രമീകരണങ്ങൾ ചെയ്ത് കൂട്ടിക്കൽ അഗ്രോ സർവീസ് സെൻറ്ററിലെ ജീവനക്കാരാണ്. അവരും പ്രത്യേകമായിട്ട് നന്ദിയോടുകൂടി ഓർക്കുകയാണ്. അതുപോലെ തന്നെ ഒത്തിരി ഇതുപോലെ ശലഭങ്ങളുടെ പാർക്ക്, അത് സെൻറ്റ് തോമസ് കോളേജിലെ ശലഭങ്ങളുടെ പാർക്ക് കണ്ട് ഇവിടെയും അതുപോലെ ആ ഒരു രീതിയിൽ ഒത്തിരി നമുക്കറിയാമല്ലോ, ശലഭങ്ങളില്ല, തേനീച്ചകളില്ല, അങ്ങനെ അതിന് ഒരു വസിക്കാൻ ഇടവില്ലാത്തടത്ത് ഇപ്പോൾ ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് തന്നെ ഈ ഗ്രൗണ്ടിൻ്റെ പരിസരങ്ങളിലേക്ക് നോക്കിയാൽ അറിയാം എല്ലാ വിധത്തിലുള്ള ശലഭങ്ങളുണ്ട്, തേനീച്ചകളുണ്ട്. അതുപോലെ കുട്ടികൾക്കാണേലും പൂക്കൾ അടുത്ത് വന്ന് നമ്മുടെ നാട്ടിൽ പൂക്കളില്ലാത്തപ്പോൾ നമുക്ക് നമ്മുടേതായ ഒരു സ്വന്തം എന്ന തോന്നലോടുകൂടി ഇവിടെ വന്ന് നിൽക്കാൻ അവർക്ക് സാധിക്കുന്നുണ്ട്. 4 വർഷം മുമ്പ് ഇഞ്ചിയാനി ഹോളി ഫാമിലി പള്ളിയിലെത്തിയ ഫാദർ ജോസഫ് കല്ലൂപ്പറമ്പത്ത് വിദ്യാർത്ഥികളിൽ കൃഷിയോടുള്ള ആഭിമുഖ്യം വളർത്തുവാൻ ഇഞ്ചിയാനി ഹോളി ഫാമിലി ഹൈസ്കൂളിൽ വിദ്യാർത്ഥികളെ ചേർത്ത് സ്കൂൾ പരിസരത്ത് കാട് കയറി കിടന്ന ഭൂമി വീണ്ടെടുത്ത് കൃഷിക്ക് അനുയോജ്യമാക്കി കൃഷി ഇറക്കി വിളവെടുത്ത് കാണിച്ചതോടെ ഗ്രാമത്തിലെ എല്ലാ വീടുകളിലും പച്ചക്കറി കൃഷി വ്യാപകമായി. വിദ്യാർത്ഥികളെ കൃഷി പരിപോഷിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി ഹോളി ഫാമിലി ഹൈസ്കൂളിലും UP സ്കൂളിലും കാർഷിക ക്ലബ്ബും രൂപീകരിച്ചു. 30 അംഗങ്ങൾ വീതമാണ് ഓരോ ക്ലബ്ബിലും ഉള്ളത്. സ്കൂൾ പരിസരത്തെ ജൈവ കൃഷിയിൽ നിന്നും സ്കൂൾ പാചകപ്പുരയ്ക്ക് ആവശ്യമായ പച്ചക്കറികളും ലഭിക്കുന്നുണ്ട്. പച്ചക്കറിക്ക് ഒപ്പം തന്നെ നെല്ലി, നാരകം, ഓറഞ്ച് തുടങ്ങി ഫലവൃക്ഷ തൈകളുമുണ്ട്. ഇവരുടെ പ്രവർത്തനങ്ങൾക്ക് എല്ലാം കൂട്ടിക്കൽ അഗ്രോ സർവീസ് സെൻറ്റർ ഇവർക്ക് ആവശ്യമായ എല്ലാ പിന്തുണയും നൽകുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, മുണ്ടക്കയം.